ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 28, ഒന്നാമത്തെ വായനാ ഭാഗം, 2 ദിനവൃത്താന്തം 25-ാം അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കൊണ്ട് യോവാശ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായ അമസ്യാവ് അദ്ദേഹത്തിന് പകരം രാജാവായി യഹൂദയിൽ വാഴുകയാണ്. ഇപ്പോൾ അമസ്യാവാണ് യഹൂദയിൽ രാജാവ്. 25 വയസ്സുള്ളപ്പോഴാണ് രാജാവാകുന്നത്. 29 വർഷം, അതായത് 54 വയസ്സായപ്പോൾ അദ്ദേഹം മരിക്കുന്നു. അങ്ങനെ യെരൂശലേമിൽ വാഴുന്ന രാജാവ് അദ്ദേഹം ദൈവത്തിന് പ്രസാദമായതുള്ളത് ചെയ്തു. പക്ഷേ ഏകാഗ്ര ഹൃദയം ഇല്ലായിരുന്നു. പൂജാഗിരികളിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാജ്യത്വം ഉറച്ച ശേഷം തൻ്റെ അപ്പനായ യോവാശിനെ കൊന്ന തൻ്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ അവരെല്ലാം കൊന്നു. പക്ഷേ അവരുടെ പുത്രന്മാരെ കൊന്നില്ല, അവരുടെ അപ്പന്മാരെയും കൊന്നില്ല. അവിടെ അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്, ഓരോരുത്തൻ താൻ്റെ സ്വന്തം പാപം നിമിത്തം മരിക്കാവൂ എന്നുള്ള ദൈവിക കൽപ്പന പ്രമാണിച്ചിട്ട് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകം 24:16 അതിലെഴുതപ്പെട്ടതുപോലെ ആ തെറ്റ് ചെയ്തവരെ മാത്രമേ ഇത് കൊന്നുള്ളൂ എന്നുള്ളതാണ്. അത് എടുത്ത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പിന്നെ യഹൂദയിലും ബെന്യാമീനുമുള്ള സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ അവരെ എല്ലാ യഹൂദയെയും കൂട്ടിവരുത്തി. അവരിൽ പ്രാപ്തിയുള്ള 20 വയസ്സ് മേളിലോട്ടുള്ളവരെല്ലാം തിരഞ്ഞെടുത്ത 3 ലക്ഷം പേര് ശ്രേഷ്ഠ യോദ്ധാക്കളെ അവരെ തിരഞ്ഞെടുത്തു മാറ്റി. പിന്നെ ഇസ്രായേലിൽ നിന്ന് 1 ലക്ഷം പരാക്രമശാലികളെ വിലയ്ക്ക് അല്ല കൂലിക്ക് വാങ്ങി. 100 താലന്ത് വെള്ളിയാണ് കൂലി. ആ സമയത്ത് ദേവപുരുഷൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രൈമിനോടും കൂടെ തന്നെ ഇല്ല. അതുകൊണ്ട് നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കണം. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുന്നിൽ വീഴിച്ചേക്കാൻ സാധ്യതയുണ്ട്. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ. അമസ്യാവ് ദൈവപുരുഷനോട് പറഞ്ഞു, അപ്പം ഞാൻ കൊടുത്ത 100 താലന്ത് വെള്ളി, അപ്പോൾ അത് സാരമില്ല, അത് നിനക്ക് അതിൻ്റെ ഇരട്ടി തരാൻ ദൈവത്തിന് കഴിയും, അതുകൊണ്ട് അത് പൊക്കോട്ടെ എന്നുള്ളതാണ് ദൈവപുരുഷൻ പറയുന്നത്. അങ്ങനെ തന്നെ വന്നവരിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞയച്ചു. പക്ഷെ അവർക്ക് അതിഷ്ടമായില്ല. അവർ കോപത്തോടെ തിരികെ പോയ വഴിയിൽ അവർ യഹൂദ പട്ടണങ്ങളെ ആക്രമിക്കുകയും 3000 പേരെ കൊല്ലുകയും കൊള്ളയിട്ടും കൊണ്ടാണ് അവർ തിരിച്ചു പോയത്. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം അവിടെ കിടക്കുന്നു. എന്നിട്ട് ഈ രാജാവ് അമസ്യാവ് ധൈര്യപ്പെട്ട് സെയീറിൽ ഏദോമിരെ തോൽപ്പിക്കാൻ പോയി. അവിടെ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദർ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്നു, കൊല്ലുകയും ചെയ്തു. അങ്ങനെ തകർന്നു പോയി. എന്നാൽ അമസ്യാവ് തിരികെ വന്നിട്ട് ഒരു കാര്യം ചെയ്തത്, ഇതേ തങ്ങൾ തോൽപ്പിച്ച കൊന്ന ആ സെയീര്യരുടെ ദേവന്മാരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ തനിക്ക് ദേവന്മാരായി നിയമിച്ചു, നിർത്തി. അത് തോൽപ്പിച്ച സ്ഥലത്ത്, അപ്പം തോൽപ്പിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന ഏത് ദേശത്താണ് യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിന് ചെന്നിട്ട് അവിടുത്തെ ദേവന്മാരെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ പൂജയ്ക്കായിട്ട് ധൂപം കാട്ടുകയൊക്കെ ചെയ്തു. ഇത് ദൈവകോപത്തിനിടയാക്കിയ ഒരു കാര്യമാണ്. അത് കാരണം ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നു. പ്രവാചകൻ പറയുന്ന ഇതാണ്, സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ദേവന്മാരാണല്ലോ അവർ. സെയീറിൻ്റെ ദേവന്മാരെ സെയീറിനെ ഈ യുദ്ധത്തിൽ രക്ഷിച്ചില്ല. അങ്ങനെയുള്ള ദേവന്മാരെ നീ ഇവിടെ കൊണ്ടുവന്ന് നീ ആരാധിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ആ ദൈവപുരുഷനോട് ചോദിക്കാൻ, ഞങ്ങൾ നിന്നെ രാജാവിനെ മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ, വെറുതെ വെട്ടുകൊണ്ട് ചാകാതെ പൊക്കോളം പറയും. പക്ഷേ പ്രവാചകൻ പിന്നെ പറയുന്നത് മതിയാക്കി. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവ് യേഹൂവിൻ്റെ മകനായ യോവാഹാസിൻ്റെ മകൻ യോവാശ് ആണ് അവിടെ രാജാവായിരിക്കുന്നത്. രാജാവിൻ്റെ അടുക്കൽ ആളയച്ചിട്ട് വരും, നമ്മൾ തമ്മിൽ ഒന്ന് ബലപ്രയോഗം നടത്തി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യോവാശ് തിരിച്ച് അമസ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത്,
ലെബനോനിലെ ഒരു ഉദാഹരണമാണ് ലെബനോനിലെ മുൾപടർപ്പ് ലെബനോനിലെ ദേവദാരുവിൻ്റെ അടുക്കൽ ആളയച്ച് നിന്റെ മകളെ എനിക്ക് ഭാര്യമായി വേണമെന്ന് പറഞ്ഞു. എന്നാൽ ലെബനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപടർപ്പിന് ചവിട്ടിക്കളഞ്ഞു. അപ്പം അവിടെ ലെബനോനിലെ ദേവദാരു എന്ന് പറയുന്നത് ഇസ്രായേലും ഈ ഇത് അടുത്തു വന്ന മുൾപടർപ്പ് എന്ന് പറയുന്നത് യഹൂദയുമായിട്ടാണ് ആ ഉദാഹരണം. ആ യഹൂദയെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് ചവിട്ടിക്കളഞ്ഞു എന്നാണ്. നീ ഏദോമിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിഗളിച്ചിട്ട് എന്തിനാണ് വെറുതെ ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നത്? നീ മടങ്ങിപ്പോകാൻ പറയും, അല്ലാതെ ഉപേക്ഷിക്കാൻ പറയും. എന്നാൽ ഇത് ദൈവത്താൽ സംഭവിച്ചാണ്. ഏദോമിലെ ഈ സെയീരിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാരെ ആശ്രയിച്ചത് കൊണ്ട് ദൈവമാണ് ഈ ഒരു പണി ഈ അമസ്യാവിന് കൊടുത്തത്. അങ്ങനെ പക്ഷേ അതിന് പിന്മാറാൻ അമസ്യാവ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് യോവാശ് പുറപ്പെട്ട് വന്ന് യഹൂദരായ അമസ്യാവെ യഹൂദയ്ക്കുള്ള ബേത്ശേമെസിൽ വെച്ച് നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. എല്ലാവരും അവരവരുടെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ബേത്ശേമെസിൽ വെച്ച് തന്നെ ഈ അമസ്യാവെ അവർ പിടിച്ചു യെരുശലേമിൽ കൊണ്ടുവന്നു. അവിടുന്ന് യെരുശലേം ദേവാലയത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ 400 മുഴം ഇടിച്ചു കളയുന്നു. ദേവാലയത്തിൽ കണ്ട പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും ഭണ്ഡാരവും ഒക്കെ എടുത്തുകൊണ്ട് ശമരിയയിലേക്ക്, വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ശമരിയയിലേക്ക് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ യോവാശ് മരിച്ച ശേഷം യഹൂദരായ അമസ്യാവ് 15 വർഷം ജീവിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. യോവാശ് യുദ്ധം കഴിഞ്ഞ് തിരികെ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് മരിക്കുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 15 വർഷം കൂടെ ഈ അമസ്യാവ് യഹൂദയിൽ രാജാവായി. എഴുതിയിരിക്കുന്നത് ഈ അമസ്യാവിൻ്റെ വൃത്താന്തങ്ങൾ ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ പുസ്തകങ്ങളാണ് അത്. അതുപോലെ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്തം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിക്കുന്ന ദിനവൃത്താന്ത പുസ്തകം. അപ്പം രാജാക്കന്മാർ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും ഈ അമസ്യാവെക്കുറിച്ച് എഴുതിയിരിക്കുന്നതല്ല. നമ്മൾ ശരിയാണ്, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ അമസ്യാവിന് ഒരു പറ്റുന്നത് അമസ്യാവ് യഹോവ വിട്ടുമാറിയ കാലം മുതൽ അവിടെ ചിലർ ഈ അമസ്യാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. ഈ കൂട്ടുകെട്ട് ഉണ്ടാക്കിയ നിമിത്തം ലാഖീഷിലേക്ക് ഓടിപ്പോയി അമസ്യാവ്. പക്ഷെ ലാഖീഷിൽ പിന്തുടർന്ന് ചെന്ന് അവിടെ ചെന്ന് അവിടെ ഈ അമസ്യാവിനെ കൊല്ലുകയാണ്. അപ്പം നമ്മളിവിടെ കാണുന്നൊരു കാഴ്ച, ദൈവത്തെ വിട്ടുമാറിയ അമസ്യാവ് എന്തുമാത്രം ബലഹീനനായിരുന്നു എന്നുള്ളതാണ്. രാജാവാണ്. രാജാവിനെ അവിടുത്തെ സാധാരണ ആൾക്കാർ കൂട്ടുകെട്ടുണ്ടാക്കി, അല്ലെങ്കിൽ സ്വന്തം കൂടെയുള്ളവർ തന്നെ കൂട്ടുകെട്ടുണ്ടാക്കി കൊല്ലുന്നൊരവസ്ഥയിലേക്ക് അമസ്യാവ് പോയി എങ്കിൽ അമസ്യാവ് ആ കാലങ്ങളിൽ ബലഹീന എന്ന് മാത്രമേ ഓടിപ്പോവുകയാണ്, പേടിച്ചിട്ട് ഓടിപ്പോവുകയാണ്. അപ്പം ഇതെല്ലാം ബലഹീനതയെ കാണിക്കുകയാണ്. പക്ഷെ അത് ദൈവത്തെ വിട്ടുമാറിയത് കൊണ്ടാണ്. ദൈവത്തോട് കൂടെയുള്ളപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം അങ്ങനെയാണ് സെയീരിൽ പോയപ്പോൾ സെയീരിൽ അവിടുത്തെ സൈന്യത്തെ തോൽപ്പിക്കാനിടയാകുന്നതൊക്കെ. ഇതും പാഠമായിരിക്കേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉപദേശം, ആലോചന, ദൈവിക കൽപ്പന എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. രണ്ടാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. ഈ 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ബേൽശസ്സർ രാജാവ് കൊല്ലപ്പെടുകയും കൽദയ രാജാവ് ബേൽശസ്സർ കൊല്ലപ്പെടുകയും മേദ്യ രാജവംശം അവിടെ അധികാരത്തിൽ വരികയും അവരുടെ നേതാവായ ദാര്യാവേശ് ഈ കൽദയ ദേശത്തിനെല്ലാം, കൽദയ ദേശം എവിടെയൊക്കെ രാജ്യമുണ്ടോ ആ എല്ലാ പ്രദേശത്തും ദാര്യാവേശിൻ്റെ മേദ്യ രാജവംശം അധികാരത്തിലായി, അല്ലെങ്കിൽ ആ രാജ്യം അവരുടെ കീഴിലായി. അവിടെ നമ്മൾ ഇന്നത്തെ വായനയിൽ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഇവിടെ 120 പ്രധാന ദേശാധിപതികൾ എന്നൊരു കണക്ക് വായിക്കുമ്പോൾ നമ്മൾ എസ്തേർ പുസ്തകത്തിൽ കാണുന്നത് അത് ആദ്യത്തെ
മേദ്യ രാജാവായ ദാര്യാവേശിന് ശേഷമുള്ള രാജാവാണ് അവിടെ അഹശ്വേരോഷ് രാജാവിൻ്റെ കാലം. അഹശ്വേരോഷ് രാജാവിൻ്റെ കാലത്ത് ആ ദേശത്തെ സംബന്ധിച്ച് പറയുന്നത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 120 സംസ്ഥാനങ്ങളുള്ളൊരു 127 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 127 സംസ്ഥാനങ്ങളുണ്ട്. നമ്മളിവിടെ വായിക്കുന്നത് അതിനു മുമ്പ് 120 പ്രധാന ദേശാധിപതി. അപ്പോൾ 120 സംസ്ഥാനങ്ങളാണ് ദാര്യാവേശിൻ്റെ കാലത്തുണ്ടായിരുന്നതെന്നും ശേഷം അത് ആ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി. കാരണം യുദ്ധങ്ങൾ പുതിയ യുദ്ധങ്ങൾ വരും, പുതിയ സ്ഥലങ്ങളൊക്കെയും പിടിച്ചെടുക്കുകയും അതൊക്കെ ഈ രാജ്യത്തിൻ്റെ പ്രൊവിൻസസ് ആയിട്ട് അല്ലെ പ്രവിശ്യകളായിട്ട് സംസ്ഥാനങ്ങളായിട്ട് മാറ്റുകയും ചെയ്തതാണ്. അങ്ങനെയാണല്ലോ ഇത് 127 സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ രാജ്യം വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു വിശാലമായ രാജ്യം, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഉള്ള ഒരു വിശാലമായ രാജ്യം, എന്തുമാത്രം സ്ഥലമുണ്ടെന്ന് കണക്കാവും. ഇതിനിടയ്ക്ക് തന്നെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 100ഓളം രാജ്യങ്ങൾ ഈ ഇത്രയും പ്രദേശത്തിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രാജ്യമായിരുന്നു അവരുടെ രാജ്യം. കൽദയദേശം അതുപോലെ വലിയ രാജ്യമായിരുന്നു. അതിനുശേഷം ദാര്യാവേശ് വരുമ്പോഴും മേദിരി വരുമ്പോഴും അതൊരു പാഴ്സികളുടെ ഒക്കെ രാജ്യത്തൊക്കെ അത് പേർഷ്യയുടെ ഭരണം ഇന്ത്യയിൽ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം 120 സംസ്ഥാനങ്ങളിൽ 120 ദേശാധിപതികളെ നിയമിക്കുന്നു. അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുന്നു. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. എന്നിട്ട് രാജാവിന് ഈ ദാനിയേലിനെ സംബന്ധിച്ച് നല്ല മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി ഇരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിയും വിഷ്ണനായി വിളങ്ങി. രാജാവ് ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പോൾ ആണ് പ്രശ്നമുണ്ടായി. അപ്പം അവിടുത്തെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി എന്തെങ്കിലും കാരണം കണ്ടെത്തണമെന്ന് ആലോചിക്കുകയാണ്. കാരണം ഇയാളെ രാജാവ് കഴിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ വിശാലമായ രാജ്യത്തിൻ്റെ ഒറ്റ അധിപതിയായി മാറ്റുന്ന അത് അവർക്കിഷ്ടമല്ല. അതങ്ങനെ സംഭവിക്കരുത്. ഇവർ കൽദയ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കാലത്തും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മക്കളുടെയൊക്കെ കാലത്തും ബെൽഷസ്സറിൻ്റെ കാലത്തുമൊക്കെ ഉണ്ടായിരുന്നവർ തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അവർക്ക് ദാനിയേലിനെ അറിയാം. ദാനിയേലിനെ കുറ്റം വിധിക്കുന്നവർ തന്നെയാണ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കുറ്റം വിധിച്ചതും കൊല്ലാൻ പദ്ധതിയിട്ടതും ഒക്കെ. അവർക്ക് ഈ ആ ദേശത്ത് നിന്നും സജീവമാണ്. അവർ ഇനിയിപ്പം ദാനിയേലിനെതിരെ ഒരു കുറ്റം കണ്ടെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ദാനിയേലിനൊരു കുറ്റം കണ്ടെത്താനൊക്കെ ഉള്ളൂ. അപ്പം ദാനിയേലിൻ്റെ ദൈവം വേറെയാണ്, ഈ കൽദയ ദേശത്തെ ദൈവം വേറെയാണ്. അപ്പം കൽദയദേശത്തെ ദൈവമല്ല ദാനിയേൽ ആരാധിക്കുന്ന ദൈവം. അപ്പം അത് വെച്ച് കുറ്റം കണ്ടുപിടിക്കാം. അപ്പം ഇവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച ഒരു ആലോചനയുണ്ട്, അത് രാജാവ് അത് ചെയ്യണം എന്നാണ്. കാരണം തീരുമാനം എന്ന് പറയുന്നത് ഒരു വിരോധ കൽപ്പന എഴുതണം. അതിൽ ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന കൽപ്പന. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ മറ്റൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, മുട്ടുകുത്തിയാൽ, അല്ലെങ്കിൽ ദൈവമായിട്ട് കണ്ടാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും. അങ്ങനെ ഒരു തീരുമാനം കൽപ്പിക്കണം എന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ദാര്യാവേശ് അത് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത്, രാജാവെ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം വിരോധ കൽപ്പന ഉറപ്പിക്കണം. അപ്പോൾ മേദ്യരുടെയും പാർസികളുടെയും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കുകയാണ് രാജാവിനെ. അത് ഒരിക്കലും മാറാൻ പാടില്ലാത്ത കൽപ്പനയാണ് അത്, അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെ രേഖ എഴുതി ദാനിയേലിൻ്റെ പോയി അന്വേഷിച്ചു. ഇവർ പോയപ്പോൾ കണ്ട കാഴ്ച, ദാനിയേൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത് തൻ്റെ ദൈവത്തോട്. ചെയ്യുന്നത്, ദാനിയേൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏത് ഡയറക്ഷനിലാണോ യെരുശലേം ദേവാലയം ഉള്ളത് ആ ഡയറക്ഷനിലേക്ക്, കൃത്യമായ ഒരു നേർരേഖയിലാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ലെങ്കിലും
പുറപ്പെട്ട് വന്ന കണക്കനുസരിച്ച്, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ആ ദിക്കുകളുടെയൊക്കെ ഇത് അനുസരിച്ച് ഈ ഭാഗത്താണ് യെരുശലേം ദേവാലയം വരിക എന്ന് വെച്ചിട്ട് ആ ഭാഗത്തെ കിളിവാതിൽ തുറന്നു വെച്ചിട്ട് അവിടെ ഇരുന്നാണ് ദാനിയേൽ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്. ഇത് കണ്ടിട്ട് വന്ന് അവർ രാജാവിനോട് പറയും. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്തുകൊണ്ട് വന്നാൽ അത് തെളിവായി. പക്ഷെ അത് അന്നത്തെ കാലത്ത് അത്ര ഒരു തെളിവൊന്നുമില്ല. വന്ന് പറയാനേ നിവർത്തിയുള്ളൂ. വന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് തെളിവ്. ഞാൻ കണ്ടു എന്ന് പലരും പറഞ്ഞാൽ അത് തന്നെയാണ് തെളിവ്. ഇന്നത്തെ പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറ്റം രാജാവിനോടല്ല, അവൻ്റെ ദൈവത്തോട് പിന്നെ ഇത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ വന്നാൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടണമെന്നാണല്ലോ നമ്മൾ തീർപ്പ് കൽപ്പിച്ചുള്ളൂ. അത് മേദ്യരുടെയും പാർസികളുടെയും മാറാത്ത കൽപ്പനയാണ്. അതങ്ങനെ തന്നെ നടക്കണം. രാജാവ് വിഷമത്തിലായി. രാജാവ് അത്യന്തം വ്യസനത്തിലായി നമ്മൾ വായിക്കുന്നത്. പക്ഷെ ആ സമയമൊക്കെ ദാനിയേൽ എങ്ങനെ രക്ഷിക്കും ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രയത്നിക്കുകയും ചെയ്യും, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതായി ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ദാവീദ് ദാനിയേലിനോട് സംസാരിക്കുന്നുണ്ട്. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇടുന്നത്. ദാനിയേലിനോട് അത്ര സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ അത്ര ബഹുമാനമായിരുന്നു, അത്ര കാര്യമായിരുന്നു ഈ മേദിനായ അന്യ ദേശക്കാരനായ യഹോവ ദൈവത്തെ അറിയാത്ത ജാതീയനായ ഈ രാജാവ്. എന്നാൽ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? രാത്രി തൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഉപവസിക്കുകയാണ്. അന്ന് ഉറക്കം വന്നില്ല. താൻ ഈ ചെയ്യുന്നൊരു തെറ്റാണെന്നും ഒരു കുറ്റവുമില്ലാത്ത ഒരുവനെയാണ് ഇന്ന് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടിരിക്കുന്നതെന്നും, ഞാനിവിടെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ സിംഹത്താൽ കടിച്ചു കീറപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വ്യസനത്താൽ രാജാവായിരുന്നു. രാജാവ് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് വന്നു എന്നാണ്, അധികാലത്ത് ബന്ധപ്പെട്ട് എഴുന്നേറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഹയുടെ അരികെ വന്നു ദാനിയേലിനെ വിളിച്ചു. ദാനിയേലേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുണ്ട്, ദാനിയേൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന് വിളിക്കാൻ. വലിയ പ്രതീക്ഷ കാണത്തില്ല, കാരണം സിംഹങ്ങളുടെ ഗുഹയിൽ സിംഹം തിന്ന് കാണും. എന്നാലും ദാനിയേലിനുള്ള ഇഷ്ടപ്രകാരം ദാനിയേലേ എന്ന് വിളിക്കുകയാണ്. ദാനിയേൽ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്, രാജാവേ എന്ന്. അപ്പോൾ ഗുഹയുടെ പുറത്ത് കൊണ്ടുവന്നു. നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചോ എന്ന അതിശയത്തോടെ ദാര്യാവേശ് ചോദിക്കുകയാണ്. ദാനിയേൽ മറുപടി പറയുന്നത്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല രാജാവേ. രാജാവിൻ്റെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. രാജാവിന് വലിയ സന്തോഷമായി. ഗുഹയിൽ നിന്ന് കയറ്റി ഒരു കേടും, വസ്ത്രം കീറുന്നതായിട്ടോ അല്ലെങ്കിൽ ദേഹത്തൊരു മുറിവുള്ളതായിട്ടോ ഒന്നും ദാനിയേൽ കാണുന്നില്ല. ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ഗുഹയിൽ സിംഹങ്ങളുണ്ടായിരുന്നു. സിംഹങ്ങൾ രാത്രികാലം വസിച്ചു ജീവിച്ചിരുന്നു. ഇദ്ദേഹവും വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അവർ തമ്മിൽ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കേടുപാടുമോ ദാനിയേലിന് വന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ അവരെ മാത്രമല്ല അവരുടെ മക്കളെയും ഭാര്യമാരെയും എല്ലാവരെയും കൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവരെ ഗുഹയിൽ സിംഹത്തിൻ്റെ തറയിൽ എത്തുന്നതിന് മുമ്പ്, അവരുടെ ഗുഹയുടെ താഴ്വശത്ത് എത്തുന്നതിന് മുമ്പ് ചാടി സിംഹങ്ങൾ അവരെ പിടിച്ച് അവർ അസ്ഥികളൊക്കെ തകർത്ത് അവരെല്ലാവരും മരിച്ചു പോവുകയാണ്. നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇന്ന് വായിച്ചത്, മക്കളുടെ കുറ്റനിമിത്തം പിതാക്കന്മാർ മരിക്കണ്ട, പിതാക്കന്മാരുടെ കുറ്റനിമിത്തം മക്കൾ മരിക്കണ്ട എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ കുറ്റം ചെയ്തവരുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം ഈ ശിക്ഷയ്ക്ക് പാത്രമാകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഇസ്രായേലിൻ്റെ നിയമമാണ്. ഇത് മേദ്യരുടെ നിയമമാണ്. മേദ്യർക്ക് അങ്ങനെ ഒരു നിയമമില്ല. മേദ്യർക്ക് കുറ്റം ചെയ്തവരെ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇതായിരിക്കും അവരുടെ നിയമം നമുക്ക് കണക്കൂട്ടാം. നമ്മൾ വായിച്ചത് അത് ഇസ്രായേലിൻ്റെ നിയമമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിയമമായ യഹോവ തൻ്റെ ജനത്തിന് കൊടുത്ത എന്തൊരു ഭംഗിയുള്ള അല്ലെങ്കിൽ എത്ര നീതിപൂർവമായ ഒരു നിയമമാണ്, കൽപ്പനയാണ് അതെന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ഈ കുറ്റം വിധിച്ചവരെല്ലാവരെയും
കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ദാര്യാവേശ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയത് എന്താണ് എഴുതിയത്? മുമ്പ് നെബൂഖദ്നേസർ തൻ്റെ മുമ്പിൽ ഇതേ ദാനിയേൽ തന്നെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത പ്രവർത്തികൾ, അവിടെ ഉണ്ടായ അത്ഭുതം, അവിടെ അവർക്ക് വിടുതലുണ്ടായത്, ചില സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഒക്കെയും കണ്ടിട്ട് നെബൂഖദ്നേസർ എഴുതിയതുപോലെ ഇവിടെ ദാര്യാവേശം എഴുതുകയാണ്: എൻ്റെ രാജ്യാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ യഹോവ എന്ന ദൈവം ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും ആ ദൈവത്തിൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ദാര്യാവേശ് എഴുതുകയാണ്, മേദ്യനായ ദാര്യാവേശ്. അപ്പം അത് ആ രാജ്യത്വം എന്ന് പറയുമ്പോൾ അതാണ് രാജാവ് എന്നതാണ് അതിൻ്റെ ആശയം. ആ ദൈവം തന്നെയാണ് രാജാവ്, ആ രാജാവിൻ്റെ കീഴിലാണ് ഞാൻ എന്ന രാജാവ് എന്നൊക്കെയാണ് അവിടുത്തെ അതിൻ്റെ അർത്ഥം. ആധിപത്യം ഒരിക്കലും അവസാനം വരാത്തതുമാകുന്നു. ആ ദൈവം അവൻ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. ആ ദൈവം ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് എഴുതി അയച്ചിരിക്കുന്നത്. ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിൻ്റെ, ഇതിനുശേഷം പാഴ്സി രാജാവ് വരുന്നുണ്ട്, പെർഷ്യൻ രാജാവ് വരുന്നുണ്ട്. നെബൂഖദ്നേസറിൻ്റെ ആദ്യത്തെ രാജാവ് നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ഇരുന്നതുപോലെ തുടർച്ചയിൽ എല്ലാ കാലത്തും ദാനിയേൽ ശുഭമായി തന്നെയാണ് ഇരുന്നത്. അവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഹൃദ്യനായ, വിശ്വസ്തനായ ഒരു ഭരണാധികാരിയായി തന്നെ, വ്യക്തിയായി തന്നെ ദാനിയേൽ തുടർന്നും ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ വായനഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-6 അധ്യായങ്ങൾ. ഇന്നലെ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുമ്പം യോസഫ് എന്ന കുപ്രോസ് ദ്വീപുകാരനായ ഒരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലമെല്ലാം വിറ്റ് അത് പൂർണ്ണമായും കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതാണ് നമ്മൾ അവസാനം വായിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടി അവരുടെ നിലം വിറ്റു. അപ്പം നിലം വിറ്റപ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത ഇതുപോലെ പൂർണ്ണമായും പണം വിറ്റ് കിട്ടിയ ധനം അവരുടെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാനായിരുന്നു. പക്ഷേ അത് വിറ്റതിന് ശേഷം അവർക്ക് തോന്നി കുറച്ച് പണം എടുത്ത് മാറ്റിവെക്കാം നമ്മുടെ ഭാവി ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പം ബാക്കി തുകയും കൊണ്ട് അവിടെ ചെല്ലുമ്പം അത് എടുത്തു വെച്ചാൽ ചിലപ്പം പകുതി കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിൻ്റെ മേജർ പോർഷൻ എടുത്ത് ചിലപ്പോൾ മാറ്റി കാണാം. എങ്ങനെയാണ് അറിയില്ല, അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയില്ല. എന്നാലും അവിടെ മാറ്റി വെച്ചു എന്നുള്ളത് ഉണ്ട്. അത് എന്നിട്ട് പത്രോസിൻ്റെ അടുക്ക വരുമ്പോൾ പത്രോസ് പറയുന്നത്, അനന്യാസെ, പരിശുദ്ധാത്മാവിന് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റെതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്തെ നീ വ്യാജം കാണിച്ചത്. അപ്പം നല്ലൊരു പോർഷൻ മാറ്റി കാണണം. ചെറുതായിട്ട് കുറച്ചെന്തെങ്കിലും മാറ്റിയതായിരിക്കത്തില്ല. നല്ലൊരു പോർഷൻ മാറ്റി വെച്ചിട്ട് അപ്പോൾ വിൽക്കണ്ടായിരുന്നു. വിൽക്കണ്ടാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പം അതിരിക്കുന്നത്. ഇപ്പോഴും അത് അവരുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഒരു 10 ലക്ഷത്തിന് വിറ്റിട്ട് 10 ലക്ഷവും അവിടെ കൊണ്ട് വെക്കാനുള്ളതായിരുന്നു. അതിൽ 8 ലക്ഷം എടുത്ത് വെച്ചിട്ട് ബാക്കി 2 ലക്ഷം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും? 1 ലക്ഷം വെച്ചിട്ട് 9 ലക്ഷം കൊടുക്കാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ. അപ്പോൾ മേജർ പോർഷൻ 8 ലക്ഷം എടുത്ത് വെച്ചാൽ അത് വിൽക്കണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കുകയും വേണ്ടായിരുന്നു. കൊടുത്തു എന്ന പേരും എന്നാൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്, നീ മനുഷ്യരോടല്ല ദൈവത്തോട്. ഇപ്പം ഞങ്ങളെ പറ്റിക്കാമല്ലോ, ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം നീ തന്നു എന്ന് എല്ലാവരും അറിയും. എന്നാൽ ദൈവത്തോട് വ്യാജം കാണിച്ചതുകൊണ്ട് ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ അയാൾ വീണ് മരിച്ചുപോയി, അനന്യാസ്. അത് കേട്ടെല്ലാവർക്കും ഭയമായി. ഒരു 3 മണി നേരം ഉച്ച കഴിഞ്ഞപ്പം ഭാര്യ സഫീറ ഇതൊന്നും അറിയാതെ അകത്ത് വന്നു. അവൾ അറിഞ്ഞില്ല ഭർത്താവ് മരിച്ചത്. 10 ദിവസം അവളോട് ചോദിച്ചു, ഇത്രയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത്? ഇവർ ഒരുമിച്ചാണല്ലോ ചെയ്തത്, ഈ മാറ്റി വെച്ചത്. ഇത്രയ്ക്കാണ് നിങ്ങൾ നിലം വിറ്റതെന്ന് ചോദിച്ചു. അതെ ഇത്രയൊക്കെ വിറ്റുള്ളൂ എന്ന് അവളും അപ്പം തന്നെ കള്ളം പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്.
അവർ നിന്നെയും പുറത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൾ അപ്പം തന്നെ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അവളെയും കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇത് കേട്ട കണ്ട അറിഞ്ഞ ആൾക്കാരെല്ലാം സർവ്വസഭയ്ക്കും അത് ഭയങ്കര ഭയമുണ്ടാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ ഒന്ന് തീരുമാനിക്കുകയും അതിൽ വ്യാജം കാണിക്കുകയും, കാരണം ദൈവം ഇതൊന്നും കാണാതിരിക്കുകയല്ലോ, ദൈവം കാണാതിരിക്കുകയുമല്ല, ദൈവം ഇത് പത്രോസിന് വെളിപ്പെടുത്തിയ പോലെ ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യം നമ്മളെപ്പോഴും ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഭയങ്കര അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി വരിക ഒക്കെ പതിവായിരുന്നു. പക്ഷേ ഈ രോഗികളെ കൊണ്ട് പുറത്ത് വയ്ക്കും. പത്രോസ് നടന്നു പോകുമ്പം നിഴൽ പതിച്ചാൽ മതി, അവരൊക്കെ സൗഖ്യമാകും. യേശുക്രിസ്തു പോലും അങ്ങനെ അത്രയും വലിയ അത്ഭുതം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അത്രയും വലിയ അത്ഭുതം നടന്നിട്ടില്ല. അപ്പം ഇവിടെ അതിനേക്കാളും വലിയ അത്ഭുതം നടക്കുകയാണ്. ഒരാളുടെ നിഴൽ വീഴുമ്പോൾ അയാൾ സൗഖ്യമാകുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്നതിനേക്കാളും വൻ കാര്യങ്ങൾ ഈ കാലത്ത് നടക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് ആൾക്കാർ ഈ കാലത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് തക്കതായ അത്ഭുതങ്ങൾ ഈ ജനത്തിൻ്റെ ഇടയിൽ നടന്നാനേ ഒക്കെയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നതല്ല. യേശുക്രിസ്തു മോശമായതുകൊണ്ടോ ഇവർ നല്ലവരായതുകൊണ്ടോ ഒന്നുമല്ല. ഇതെല്ലാം ദൈവം ചെയ്യുന്ന പണികളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് 1-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് നിഴൽ വീഴുമ്പോൾ തന്നെ അവർ സൗഖ്യമാവും. പക്ഷേ ഇത് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരുപാട് പേരങ്ങനെ സൗഖ്യമാകുന്നുണ്ട്. ഒരുപാട് പേർ സൗഖ്യമാകുന്നുണ്ട്. അവരുടെ പേര് ഭയങ്കരമായ പ്രസിദ്ധമാകുന്നുണ്ട്. പലരും ഒരുപാട് ആൾക്കാർ വിശ്വാസികളാകുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ട്. നാട് ഒരു വലിയ തരംഗം എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പോഴാണ് മഹാപുരോഹിതനും സദൂക്യരും മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയാണെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ വന്ന് കാരാഗ്രഹം തകർത്ത് അവരെ തുറന്ന് വെളിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അവർ നോക്കുമ്പോൾ അവർ കാരാഗ്രഹത്തിൽ കിടന്നവരവിടെ പ്രസംഗിക്കുന്നു. അവർ തിരിച്ചു വന്ന് കാരാഗ്രഹം നോക്കിയപ്പോൾ കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും കണ്ടു. തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല താരം. അപ്പോഴാണ് പറഞ്ഞത് അവരോട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെന്തായി തീരും, ഇതെന്തൊരു പരിപാടിയാണ്, കാരാഗ്രഹത്തിട്ട് പൂട്ടിയത് കാരാഗ്രഹം തുറക്കാതെയും തകർക്കാതെയും അതെല്ലാം അതുപോലെ ഇരിക്കെ തന്നെ അവർ പുറത്തു പോയിരിക്കുന്നു. ഇത് എന്ത് ചെയ്യും എന്നവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ അവരെ വീണ്ടും പിടിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പ് നിർത്തി മഹാപുരോഹിതന്മാർ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയുകയാണ്, നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ, നിങ്ങൾ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാവുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കല്ലായാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാവുന്നു. അപ്പോൾ ഇത് ധൈര്യത്തോടെ ഇവർ ഭയപ്പെടാതെ ഇവർ പറയുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവരിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും പ്രശസ്തിയും ഒക്കെ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ ഇവർ ഈ ന്യായാധിപ സംഘത്തെ ഭയമുള്ള ഒരു സമൂഹമാണ്. ന്യായാധിപ സംഘത്തെ ഭയമാണ് എല്ലാവർക്കും. ന്യായാധിപ സംഘത്തെ ബഹുമാനിക്കുകയും ന്യായാധിപ സംഘത്തിൻ്റെ തിരുവായ്ക്ക് എതിർവ പറയാതെ ഇരിക്കുകയും ഇതൊരു സാഹചര്യവും സമൂഹവുമാണ്, അല്ലെങ്കിൽ കാലഘട്ടവുമാണ്. അവിടെയാണ് ഇവരെ ഭയമില്ലാതെ ധൈര്യത്തോടെ അവർ തെറ്റ് ചെയ്യുകയല്ലല്ലോ, അവർക്ക് നല്ല ബോധ്യമുണ്ട് തങ്ങൾ എന്താ ചെയ്യുന്നത്. അവർക്ക് കണ്ണിൽ നോക്കുമ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം ധൈര്യത്തോടെ, ഇത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ലോകത്തെല്ലായിടത്തും എൻ്റെ സാക്ഷികളാകുമെന്ന് ക്രിസ്തു പറഞ്ഞ വാക്കോടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവർ ശക്തി പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴത്തേക്ക് മുമ്പ് ഭയന്ന് ഒളിച്ചു പോയോ, എനിക്കവനെ അറിയില്ല, ഞാനവൻ്റെ കൂടെ ഉള്ളവനല്ല, ആരാണോ എന്തോ എന്നും പറഞ്ഞ പത്രോസ് അല്ല ഇന്ന് ആ പത്രോസാണ് ധൈര്യത്തോടെ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഇവർക്ക് മറ്റൊരു വിഷയം. ഇവർക്ക് ഭയപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ സന്നിധിന സംഘത്തെ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തെ ഭയമില്ലാതെ ഇവർ സംസാരിക്കുന്നു എന്നുള്ളത്.
അതും അവർക്ക് കുറച്ചിലാണ്. ബാക്കിയുള്ളവർ ഇവരിങ്ങനെ കാണിച്ചാൽ ബാക്കിയുള്ളവർ ഞങ്ങളെ ഭയപ്പെടില്ലല്ലോ, ബാക്കിയുള്ളവർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കില്ലല്ലോ, ഞങ്ങളെ പിന്നെ നിസ്സാരരാക്കി കാണുമല്ലോ. ഇത് അവിടുത്തെ മറ്റൊരു വിഷയവുമാണ്. എന്നാൽ അവിടെ ഇപ്പോൾ ഗമാലിയൽ എന്ന് ഒരു ധർമ്മോപദേഷ്ടാവും സർവ്വജനത്തിന് ബഹുമാനമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഗമാലിയൽ എന്നാണ് അയാളുടെ പേര്. അത് പരീക്ഷനാണ്. ന്യായാധിസംഘത്തിൽ എഴുന്നേറ്റ് മറ്റുള്ളവരെല്ലാവരും പുറത്താക്കാൻ കൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളണം. നാളുകൾക്ക് മുമ്പ് തിദ്യാസ് എന്നൊരുവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് കൂടി ചേർന്നു. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ കാലത്ത് അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവരും നശിച്ചുപോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചന പ്രവൃത്തിയൊക്കെ മനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചുപോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവരെ വിട്ടേക്ക്, അവരുടെ വഴിക്ക് പോകട്ടെ. അത് ശാശ്വതമാകാനുള്ളതാണെങ്കിൽ ശാശ്വതമാകും. ദൈവത്തിന് വിരോധമായി നിങ്ങൾക്ക് പ്രവർത്തിച്ചൊന്നും ജയിക്കാനൊക്കില്ല. അപ്പോൾ ദൈവികമാണെങ്കിൽ നിലനിൽക്കും, അനുഷികമാണെങ്കിൽ നശിച്ചു പോകും. നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് ഗമാലിയൽ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവരെ വരുത്തി, അപ്പോസ്തലന്മാർ വരുത്തി അടുപ്പിച്ചു. അപ്പോൾ വിടാനാ പറഞ്ഞത്, പക്ഷെ അവിടെ അടുപ്പിച്ചു. പക്ഷെ അടുപ്പിക്കേണ്ട അവർക്കൊരു ആവശ്യമായിരുന്നു. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ജനത്തെ വരുതിയിലാക്കണമെങ്കിൽ അത് ചെയ്തേ വെക്കുള്ളൂ. ഇനി യേശുവിനെ നാം സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവർ വിട്ടയച്ചു. എന്നിട്ട് ഇവരാണെങ്കിലോ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇവർ തല്ലുകൊണ്ടോന്നും അവർക്ക് വിഷയമില്ല, അവർക്ക് സന്തോഷം കൂടിയതേ ഉള്ളൂ. 2 തല്ലുകൊണ്ടപ്പോൾ ആ കർത്താവിന് വേണ്ടി എനിക്ക് 2 തല്ലുകൊള്ളേണ്ടി വന്നല്ലോ, ദൈവത്തിന് വേണ്ടി 2 തല്ലുകൊണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവരവിടുന്ന് പോകുന്നത്. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും അവർ പരിപാടി നിർത്തിയില്ല, അവരൊന്നും നിർത്തിയില്ല. വീണ്ടും അവർ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും ഇടവിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 6-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ ഒരുപാട് പെരുകി വന്നു. വിശ്വസിക്കുന്നവർ മാത്രമല്ല, ശിഷ്യന്മാർ, അതായത് ഈ ക്രിസ്തുവിൻ്റെ വേലയിൽ വരാനുള്ള ശിഷ്യന്മാർ ഒരുപാട് പേര് പെരുകി വന്നപ്പം അവരവരുടെ കുടുംബം നോക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബം നോക്കുന്നില്ല, അവരുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, അവർ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാം. അങ്ങനെയാണ് സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിഖാനോർ, തീമോന്, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലോവസ്, അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ 7 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ ദൈവവചനം പരന്നു എല്ലായിടവും വരുന്നു. ഇതിനിടയ്ക്കാണ് സ്തെഫാനോസിനെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നത്. സ്തെഫാനോസ്, ഈ 7 പേരിൽ ഒരുവനായ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ദൈവത്തിൽ വലിയ അത്ഭുതങ്ങളോടെ ആളുകൾ ചെയ്തു. അപ്പോൾ അവിടെ ചിലർ എഴുന്നേറ്റ്, ഏതെന്നറിയാമോ, ലിബത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. പക്ഷേ സ്തെഫാനോസ് പറഞ്ഞ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. അപ്പോൾ അവനെതിരെ ദുരാരോപണം, സ്തെഫാനോസിനെതിരെ, ഇത്രയും നല്ലവനായ സ്തെഫാനോസിനെതിരെ ദുരാരോപണം ഉന്നയിച്ചു. അവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി. ഇത് തന്നെയാണല്ലോ യേശുവിനും ഉണ്ടായത്. ദുരാരോപണം എന്ന അർത്ഥയ്ക്ക് അവർ അത് കേട്ടതെല്ലാം അത് ദൈവത്തിനും മോശയ്ക്കും വിരോധമായി ക്രിസ്തു സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ദുരാരോപണം തന്നെ പറയുകയാണ്. അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു.
ആ നസറേയക്കാരനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പം മോശെ തന്ന മര്യാദകളെ നമുക്ക് മാറ്റണം എന്നൊക്കെ സംസാരിക്കുന്നത് ഇവർ കേട്ടു എന്ന് പറയിച്ചു. അപ്പം ന്യായാധിപ സംഘത്തിന് മുമ്പേ വന്നു. അവിടെ ഇരുന്നവരെല്ലാവരും അവൻ്റെ മുഖത്ത് നോക്കിയപ്പം അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു എന്നാണ് നമ്മൾ അവസാനിക്കുന്നത്. ഇനി നമ്മൾ 7-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ താഴോട്ട് വരുമ്പം 7-ാം അധ്യായത്തിൽ ഈ ഇവനോട് സ്തെഫാനോസിനോട് ചോദിക്കുന്നു, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് ഒരു ദീർഘമായ ഒരു പ്രസംഗം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം നാളത്തെ വായനയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്തെഫാനോസ് പിടിക്കപ്പെട്ടു. സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും നോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവൻ ചെയ്ത കുറ്റത്തിൻ്റെ ന്യായം ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അത്രയും ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു നിർത്തുന്നത്. 3 ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. കൂടുതലായി ദൈവത്തിനെ മനസ്സിലാക്കുന്നത് ശരിയായത് തന്നെ ആയിരിക്കുവാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മൾ ഒരാൾ പറയുന്നതല്ല കേൾക്കേണ്ടത്, പറയുന്നത് ദൈവവചന പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു മുമ്പ് നമുക്കുണ്ടാകേണ്ട ഒരു വലിയൊരു പ്രാർത്ഥനയാണ്, ദൈവമേ എനിക്ക് കാണിച്ചു തരണമേ, സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ, സത്യം എന്തെന്നെ അറിയിക്കണമേ, അത് കണ്ടാൽ അത് വിശ്വസിക്കാൻ ആവശ്യമായ കൃപ അടിയന് തരണമേ. അങ്ങനെയുള്ളൊരു സറണ്ടർ, ഒരു താഴ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്ക് ഇവിടെ നേരത്തെ ഗമാലിയേൽ പറഞ്ഞതുപോലെ ദൈവികമായതിനെ നമുക്ക് ചെറുക്കാനൊക്കത്തില്ല. അപ്പോൾ ദൈവത്തിന് മുകളിൽ നമ്മൾ പോകാൻ പാടില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഇങ്ങനെയാണ് എൻ്റെ അപ്പനപ്പന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുകളിലായി നമ്മൾ കുറ്റക്കാരായി തീരാനിടയാകരുത്. ദൈവത്തിന് കീഴ്പ്പെട്ട് തന്നെ ഇരിക്കുക, ദൈവത്തിന് സറണ്ടറായിക്കൊണ്ട് ഇതുവരെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ശരി തന്നെയാണോ എന്ന് നമുക്ക് കേട്ടറിവും പറഞ്ഞറിവുമുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെയാണോ എന്ന് എവിടെ കേട്ടാലും, ഇവിടെ പ്രസ്താവിച്ചാലും എവിടെ കേട്ടാലും അത് വചനപ്രകാരം അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും നമുക്ക് ഓരോരുത്തരും അങ്ങനെ പരിശോധിച്ചിട്ട് സത്യത്തിൻ്റെ ഭാഗം നിൽക്കുവാനും ആ സത്യം നമ്മൾ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കുവാനും ആ സ്വാതന്ത്ര്യം അത് നമുക്ക് നമുക്ക് പോകേണ്ട വഴി കാണിച്ചു തരികയും ആ എത്തേണ്ടടുത്ത് എത്തുകയും അനുഗ്രഹം പ്രാപിക്കുകയും എന്നുമെന്നേക്കും ജീവിക്കുന്ന ആ ഒരു കണ്ണീരും കരച്ചിലും സങ്കടവും വേദനയും അസൂയയും മോഹവും ഒന്നുമില്ലാത്ത മരണം പോലും മാറി നിൽക്കുന്ന ആ ഒരു കാലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും ഇടയാകട്ടെ. നന്ദി.